ഗുഡ് മോർണിംഗ്, നമസ്തേ. രഞ്ജിത്ത് ഫ്രം തൃശ്ശൂർ. ഞാൻ യോഗ പ്രാണവിദ്യയുടെ ഇന്ത്യയിൽ ദ ഇന്നർ സയൻസസ് ഇന്ത്യ ട്രസ്റ്റിൻ്റെ കീഴിൽ സീനിയർ ഇൻസ്ട്രക്ടറാണ്. അതിൻ്റെ കീഴിലുള്ള മഹാത്മാ ചോവാക്കോക്സി തയ്യാറാക്കിയ പാഠ്യപദ്ധതികൾ ഷാർലറ്റിനാൽ സ്പ്രെഡ് ചെയ്യപ്പെട്ട, ലോകം മുഴുവനും സ്പ്രെഡ് ചെയ്യപ്പെട്ട ഈ പാഠ്യപദ്ധതികൾ ലോകമെമ്പാടുമുള്ള ആളുകൾ പരിശീലിച്ച് അവരുടെ ജീവിതത്തിൽ വളരെ മികച്ച തലങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 10-40 കൊല്ലമായിട്ടത് ഈ പരിശീലനങ്ങൾ, ഈ കോഴ്സുകൾ നടക്കുന്നുണ്ട്. ഷാർലറ്റ് അവരുടെ പാഠ്യപദ്ധതികളിൽ തയ്യാറാക്കിയത് കുറേ കൂടി നൂതനമായ മാസ്റ്ററും ഷാർലറ്റും ഡിസ്കസ് ചെയ്ത് റിസർച്ച് ചെയ്ത് തയ്യാറാക്കി വെച്ചിരുന്ന പല കാര്യങ്ങളും അവർ തയ്യാറാക്കിയ പുതിയ പുസ്തകത്തിൽ, ഹാൻഡ് ഔട്ടിൽ അവരെല്ലാം കുറച്ചും കൂടി ആഴത്തിലേറ്റ സബ്ജക്റ്റിനെ, അതായത് ഒരു റിസർച്ച് നടത്താൻ പാകത്തിലുള്ള ആളുകൾക്ക് പോലും റെഫർ ചെയ്യാവുന്ന ബുക്കായിട്ടാണ് അവർ തയ്യാറാക്കിയത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ കോഴ്സുകൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. മഹാത്മാ ചോവാക്കോക്സി നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ ഫിലിപ്പൈൻസിലെ ഒരു സയൻറ്റിസ്റ്റായിരുന്നു, കെമിക്കൽ. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം ഈ ഈസോട്ടറിക് സയൻസുകളെ കുറിച്ച് വ്യാപകമായി ലോകം മുഴുവൻ സഞ്ചരിച്ച് ലോകത്തിലെ വലിയ വലിയ ഗുരുക്കന്മാരൊക്കെ അദ്ദേഹം കാണുകയും അവരായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് അതിൽ നിന്നും ഉൾക്കൊണ്ട ആശയങ്ങളുടെ എക്സ്ട്രാക്ട് ഫോംസ്, എസെൻസ് എടുത്ത് അദ്ദേഹം സാധാരണക്കാർക്ക് പോലും പഠിക്കാവുന്ന തരത്തിൽ അദ്ദേഹം കോഴ്സുകൾ ചിട്ടപ്പെടുത്തി എന്നുള്ളതാണ് ഈ നൂറ്റാണ്ടിൻ്റെ ഏറ്റവും അത്ഭുതകരമായ കാര്യം. ഏത് സാധാരണക്കാർക്കും വളരെ ലളിതമായി, പണ്ട് ഗുരുക്കന്മാരുടെ വീടുകളിൽ ചെന്ന് ഇങ്ങനെയുള്ള ഈ കോസ്മിക് എനർജി, ഈ നിഗൂഢമായ ഈ ശാസ്ത്രം ഗുരുക്കന്മാരുടെ വീട്ടിൽ ചെന്ന് താമസിച്ച് വർഷങ്ങളോളം പഠിക്കേണ്ടുന്നത് നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു ഫോർമുലയായി സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കാവുന്ന തരത്തിൽ അതിനെ ചിട്ടപ്പെടുത്തി അത് തയ്യാറാക്കിയതാണ് മഹാത്മാവായ മഹാത്മാ ചോവാക്കോക്സി ചെയ്തത്. ഈ ടീച്ചിങ് ലോകം, ഈ ഹീലിംഗ് സമ്പ്രദായം ലോകം നിലവിൽ വന്ന കാലം തൊട്ട് തന്നെ ഉള്ളതാണ്. അല്ലാതെ അദ്ദേഹം അത് കണ്ടുപിടിച്ചതല്ല. മറിച്ച് അദ്ദേഹം അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങൾ അനലൈസ് ചെയ്ത് അത് ഹൗ ടു യൂസ് ദിസ് പവർ ഫോർ ദ വെൽ ബീയിങ് അത് മനസ്സിലാക്കി അതിനെ സാധാരണക്കാർക്ക് വർഷങ്ങളോളം എടുത്ത് പഠിക്കാതെ കുറഞ്ഞ സമയം കൊണ്ട് ഇത് പഠിച്ച് സ്വയം ചികിത്സ ചെയ്യുന്നതിനും മറ്റുള്ളവർക്ക് സമാശ്വാസം കൊടുക്കുന്നതിനും വേണ്ടി അദ്ദേഹം ഈ കോഴ്സുകൾ ചിട്ടപ്പെടുത്തി. ഒട്ടനവധി ശിഷ്യൻ സമ്പത്തുള്ള അദ്ദേഹം ലോകം മുഴുവനും, ലോകരാജ്യങ്ങളിലും മുഴുവനും അദ്ദേഹത്തിൻ്റെ കോഴ്സുകൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. 2 ഫൗണ്ടേഷനായിട്ടാണ്. ഒന്ന് പ്രാണിക് എനർജി ഹീലിംഗ് എന്നുള്ള പേരിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഇതിൻ്റെ ലൈസൻസ് നെയിം യോഗ പ്രാണവിദ്യ എന്നാണ്. കോപ്പിറൈറ്റോട് കൂടി പ്രൊട്ടക്റ്റഡ് ആണ് ഈ കോഴ്സുകളൊക്കെ. അംഗീകൃത ട്രെയിനേഴ്സ് മാത്രമാണ് ഈ കോഴ്സുകൾ പഠിപ്പിക്കുന്നുള്ളൂ. പല സ്ഥലങ്ങളിലും വ്യത്യസ്തമായ രീതികളിലൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു അംഗീകാരമുള്ള ഒരു ഫൗണ്ടേഷൻ്റെ വളരെ പ്യൂരിറ്റിയോട് കൂടിയുള്ള ടീച്ചിങ്സ്, സമ്പ്രദായങ്ങൾ നമ്മളിവിടെ സ്റ്റുഡൻസിനായിട്ട്, ഞാനിപ്പോൾ വർഷങ്ങളായിട്ട് ഇവിടെ ഇത് പഠിപ്പിക്കുന്നുണ്ട്. എന്നെക്കുറിച്ച് 2 വാക്ക് പറയാം. നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയുന്നതായിരിക്കും. ഞാൻ വെസ്റ്റ് ഫോർട്ട് എന്ന് പറഞ്ഞ ഒരു പ്രശസ്തമായ തൃശ്ശൂർത്തെ ഹോസ്പിറ്റൽ ഗ്രൂപ്പിൽ ഈ ഹീലിങ്ങിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിരുന്നു. വർഷങ്ങളോളമായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത സമയത്താണ് ഞാൻ ക്ലാസ്സുകൾ മാത്രം എടുക്കുന്നതിന് വേണ്ടി, ഹീലിംഗ് പഠിച്ച വിദ്യാർത്ഥികളുണ്ടല്ലോ അവർക്ക് വേണ്ടി അത് മാറ്റി, ഒരു നിറയെ തിരക്കുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ ഹീലിങ്ങിന് സമയങ്ങളിൽ. അപ്പോൾ എനിക്ക് പഠിപ്പിക്കാനായിട്ട് സമയം കിട്ടാറില്ല. വീക്കെൻഡുകളിൽ മാത്രമേ പഠിപ്പിക്കാൻ സാധിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി സമയം എല്ലാ ദിവസവും പഠിപ്പിക്കേണ്ടതുണ്ട്. അതാണ് എൻ്റെ ഡ്യൂട്ടി എന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ ഹീലിംഗ് ചെയ്യുന്നതിൽ കുറവ് വരുത്തി. വളരെ ചില കേസുകൾ മാത്രമേ നോക്കാറുള്ളൂ. പക്ഷേ ഇവിടെ നിന്ന് പഠിച്ചു പോയ ഒട്ടനവധി ആളുകൾ നല്ല ഹീലേഴ്സായി പല സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും എന്നെ ശ്രമിക്കുന്നതിന് നന്ദി. ഞാൻ മഹാത്മാ ചോവാക്കോക്സി തയ്യാറാക്കിയ യോഗ പ്രാണവിദ്യയുടെ ലെവൽ 1 കുറിച്ചൊന്ന് ഞാൻ മുന്നേ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി സ്പെസിഫിക്കായിട്ട് പറയാമെന്നാണ് കരുതുന്നത്. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള
നമ്മുടെ ശരീരം വളരുന്നതിന് വേണ്ട നാം കഴിക്കുന്ന ഭക്ഷണം, വായു, വെള്ളം പോലെയുള്ള, സൂര്യപ്രകാശം പോലെയുള്ളതൊക്കെ നമ്മളെ ഊർജത്തിൻ്റെ തലത്തിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സപ്പോർട്ടിന് പുറമെ നമ്മുടെ ശരീരത്തിൽ പല വൈറ്റൽ എനർജി പോയിന്റുകളുണ്ട്. നമുക്ക് അതിൽ കൂടെ സ്വാംശീകരിച്ചെടുക്കുന്ന ഈ കോസ്മിക് എനർജിയെ, പ്രാണനെ, പ്രാണ എന്നുള്ള വാക്ക് സംസ്കൃതത്തിൽ നിന്നുള്ളതാണ്. മഹാത്മാ ചൊവാക്കോക്സെ അത് തിരഞ്ഞെടുത്തത് സംസ്കൃത സ്ക്രിപ്റ്റുകളിൽ നിന്നാണ്. ഇതിനെ സ്വീകരിക്കുന്ന വൈറ്റൽ എനർജി സെൻറ്റേഴ്സ് നമുക്ക് നമ്മുടെ ശരീരത്തിന്, ഏതൊരു വസ്തുവിനും, ഏത് ജീവനുള്ള വസ്തുവിനും എടുത്തു വയ്ക്കൽ അതിന് വ്യത്യസ്തമായ, അത് ഭക്ഷണം കഴിക്കുന്നതോ വെള്ളം കുടിക്കുന്നതോ വളരുന്നതോ ഒക്കെ ആയിട്ടുള്ള മറ്റു പല ഫിസിക്കൽ ഘടകങ്ങളല്ലാതെ ഇൻവിസിബിളായിട്ട് ആ ശരീരത്തിന് ചുറ്റുമായിട്ട് പ്രവർത്തിക്കുന്ന കുറേ എനർജി പവർ പ്ലാന്റുകളുണ്ട്. യോഗിക് പാരമ്പര്യങ്ങളിൽ അതിനെ ചക്രാസ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ ചക്രകൾ, നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ചക്രകൾ, അതെങ്ങനെയാണ്, എവിടെ നിന്നാണ് അതിൻ്റെ ഉത്ഭവം, അതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് പുറകെ സംസാരിക്കാം. നമ്മുടെ ശരീരത്തിന് ഒരു ഊർജ്ജശക്തി ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു കറണ്ട് ഉണ്ട് എന്നറിയാം. അതിനെ തന്നെയാണ് നമ്മൾ എനർജി എന്ന് പറയുന്നത്. ഈ കറണ്ട് മൂവ് ചെയ്യുന്നത് കൊണ്ടാണല്ലോ നമുക്ക് ചലിക്കാനൊക്കെ സാധിക്കുന്നത്. നമുക്ക് വെയിറ്റുള്ളൊരു സാധനം എടുക്കാൻ പറ്റുന്നത്, ചിന്തിക്കാൻ പറ്റുന്നത്, സംസാരിക്കാൻ പറ്റുന്നത്, നോക്കാനായിട്ട് പറ്റും. ഇതൊക്കെ ഒരു ഊർജാവസ്ഥകൾ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമേ നമുക്ക് അതിനൊക്കെ സാധിക്കൂ. നമുക്ക് ചില ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ഷീണം തോന്നുക, അല്ലെങ്കിൽ സംസാരിച്ചത് മതിയെന്ന് തോന്നുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതിന് കാരണം ചില ഊർജങ്ങൾ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരിലുള്ള അവരുടെ വിഷമത്തിൻ്റെയോ സങ്കടത്തിൻ്റെയോ അതൃപ്തിയുടെയോ ഊർജം, അവരുടെ ഊർജ മണ്ഡലത്തിലെ ചിന്തകളൊക്കെ ഊർജങ്ങൾ തന്നെയാണ്. അവരുടെ ശബ്ദങ്ങൾ, പറച്ചിലുകൾ, ഒരു ഭാഗത്ത് ഷൗട്ട് ചെയ്ത് ആളുടെ എനർജി കൂടി തന്നെ അദ്ദേഹം കണ്ടാനേറ്റഡ് ആക്കുകയാണ്. ആ ഊർജവുമായിട്ടാണ് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളെ വന്ന് കാണുന്നത്, നമ്മളെ സംസാരിക്കുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിൽ നിറഞ്ഞിരിക്കുന്ന ഈ ദേഷ്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയോ അല്ലെങ്കിൽ സങ്കടത്തിൻ്റെയോ കലഹത്തിൻ്റെയോ ഊർജങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പുറത്തു പോയത് മറ്റൊരാളോട് സംസാരിച്ചത് അല്ലെങ്കിൽ ചിന്തിച്ചത് പോലും ആ ചിന്തകൾ പുറത്തേക്ക് ശരീരം തള്ളിക്കളയും. അതിനൊരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ഈ പവർ പ്ലാന്റുകൾക്ക് അത് ഇറാഡിക്കേറ്റ് ചെയ്ത് കളയാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. അത് കളഞ്ഞാലും അത് പുറത്തു പോയി അത് തിരിച്ച് വീണ്ടും അവരുടെ ഉള്ളിലേക്ക് തന്നെ പ്രവേശിക്കും. പക്ഷെ മറിച്ച് വേറൊരാളെ കണ്ടാലോ, കുറച്ചുകൂടി പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഒരാൾ, ഈ വെറുതെ കണ്ടാമിനേറ്റഡ് അല്ലാത്തൊരു പ്യൂരിഫൈഡ് റിഫൈൻഡ് ബോഡിയുള്ള ഒരാളുടെ അടുത്ത് ചെല്ലുമ്പോൾ ഈ പുറത്ത് ഇതിൽ നിറഞ്ഞിരിക്കുന്നത് താഴോട്ട് വെള്ളമായാലും ഒഴുകുന്നത് പോലെ മറ്റേ ശരീരത്തിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഒരു അസ്വസ്ഥത, ബുദ്ധിമുട്ട് തോന്നി, എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നാം. അത് ചില വീടുകളിൽ ചെന്നാലും നമുക്കങ്ങനെ ഫീൽ ചെയ്യും. നമുക്ക് ചെല്ലുമ്പോൾ വളരെ സന്തോഷവും, അവർക്ക് സന്തോഷത്തോടുകൂടി സ്വീകരിക്കും, ചിരിച്ച് നമ്മളോട് വർത്തമാനമൊക്കെ പറഞ്ഞ് വളരെ സ്വാഗതം ചെയ്തുകൊണ്ടാണെങ്കിലും നമുക്കവിടെ അധികം നേരം ഇരിക്കാനായിട്ട് സാധിക്കില്ല. ചില വീടുകളിൽ ചിലപ്പോൾ ചെന്നാൽ കുറേ സമയം ഇരിക്കും. അവിടെ എന്തുകൊണ്ടാണ് നമുക്കവിടെ ഇരിക്കാൻ സാധിക്കാതെ വരുന്നത്? അതിന് കാരണം അവിടെ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും അവരുടെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസ് നടക്കുക, അതിൽ സങ്കടത്തിൻ്റെയും വിഷമത്തിൻ്റെയും വെറുപ്പിൻ്റെയും രോഗത്തിൻ്റെയും ഒക്കെ ചർച്ചകൾ, സാമ്പത്തിക പ്രശ്നങ്ങളുടെയൊക്കെ ചർച്ചകൾ ഉണ്ടാകുമ്പോൾ അവിടെ അവരിൽ നിന്നൊക്കെ പുറത്തേക്ക് വന്ന തള്ളി നിൽക്കുന്ന ഊർജങ്ങൾ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഊർജങ്ങൾ, അത് ആ വീട്ടിൽ മുഴുവൻ പല സ്ഥലങ്ങളിലായിട്ട് അവരുടെ ശരീരം പുറത്തേക്ക് തള്ളികളയും, പിന്നെ ഉള്ളിലേക്ക് കിടക്കും, പിന്നെ അത് റിജക്റ്റ് ചെയ്ത് കളയും ശരീരം. കാരണം ഈ ചിന്തകളിൽ നെഗറ്റീവ് ഫോഴ്സുകൾ, നെഗറ്റീവ് എനർജികൾ ആ നെഗറ്റീവ് ഫോഴ്സായിട്ട് മാറുകയും അത് ആ ശരീരത്തിൽ നിൽക്കാൻ താല്പര്യമില്ലാതെ ശരീരം അതിനെ പുറത്തേക്ക് തള്ളിക്കളയും. പിന്നെയും അങ്ങനെ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് പുറത്ത് വന്ന് നിൽക്കുന്നത് ചിലപ്പോൾ അവിടെ ഫർണിച്ചറിലോ അവിടെ വോളിലോ പോലും ഈ ചീത്ത ഊർജ്ജങ്ങൾ പറ്റി പിടിച്ച് നിൽക്കാം. നാം ചെല്ലുമ്പോൾ നമ്മുടെ ശരീരം ഊർജ്ജമണ്ഡലം പ്യൂരിഫൈഡ് ആണെങ്കിൽ അത് നമ്മുടെ ഊർജ്ജമണ്ഡലത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പണ്ട് യേശുദേവൻ ഒരു തെരുവോരത്തോടു കൂടി നടന്നു പോകുമ്പോൾ അമിത രക്തസ്രാവമുണ്ടായ ഒരു സ്ത്രീ അദ്ദേഹത്തെ കാണാനായിട്ട് ശ്രമിച്ചു. ചെന്ന് കാണാൻ തിരക്കൊണ്ട് സാധിക്കാത്ത സമയത്ത്, നേരിട്ട് സംസാരിക്കാൻ സാധിക്കാതെ വന്ന സമയത്ത് അവർ കയ്യൊന്ന് ഉയർത്തി അദ്ദേഹത്തിനെ സ്പർശിച്ചു. അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിലൊന്ന് സ്പർശിച്ച സമയത്ത്
ക്രിസ്തുദേവൻ തിരിഞ്ഞു നിന്ന് ചോദിക്കുന്നുണ്ട്, ആരാണ് എന്നെ സ്പർശിച്ചതിൽ, എന്നിൽ നിന്ന് ശക്തി വാർന്നു പോകുന്നല്ലോ എന്ന് അദ്ദേഹം പറയുന്നതായിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നിടത്തു നിന്ന് നമുക്ക് എനർജി സ്വീകരിക്കാൻ പറ്റുന്നു. നമ്മിലുള്ള എനർജി മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടുന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ, നമ്മിലുള്ളതല്ല നാം സ്വീകരിച്ചെടുക്കുന്ന എനർജി, നമ്മുടെ ചക്രകൾ, ഈ വൈറ്റൽ എനർജി സെൻറ്റേഴ്സ് എപ്പോഴും എനർജി അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുക. പ്യുവർ നമ്മുടെ ബോഡിയെ ഡെവലപ്പ് ചെയ്യുന്നു, നമ്മുടെ മെൻ്റൽ, ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ, അതുപോലെ തന്നെ സ്പിരിച്വൽ ആസ്പെക്റ്റുകളെ ഡെവലപ്പ് ചെയ്യാൻ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മിൽ നിന്നും നാം ഹീലിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ മറ്റുള്ള ഒരു രോഗം ബാധിച്ച, അല്ലെങ്കിൽ ശാരീരികമായതോ മാനസികമായിട്ടോ ഒക്കെയുള്ള രോഗങ്ങൾ ബാധിച്ച ആളുകളുടെ ചീത്ത ഊർജ്ജങ്ങളെ അവരുടെ ഊർജ്ജമണ്ഡലങ്ങളിൽ, അവരുടെ ഓറയിൽ കെട്ടിക്കിടക്കുന്നതിനെ എടുത്ത് നശിപ്പിച്ച് കളയാന്നുള്ളതാണ്. അത് സോൾട്ട് വാട്ടറിലേക്ക് അത് നശിപ്പിക്കുന്ന രീതികളൊക്കെ നമുക്ക് ലെവൽ 1-ൽ തന്നെ പഠിക്കാനായിട്ട്. അപ്പോൾ ലെവൽ 1-ന്റെ കോഴ്സുകൾ, ഇതിലെ കണ്ടൻറ്റ് ലെവൽ 1-ൽ നമുക്ക് ഒരു ഊർജ്ജ ശരീരത്തെ നമുക്ക് കാണാനായിട്ട് പഠിക്കും. ഇതുവരെ നാം കാണാത്തതാണ്. ഒരു ശരീരത്തിന് ചുറ്റും പ്രകാശിച്ചു നിൽക്കുന്ന ഊർജ്ജത്തെ നമുക്ക് കണ്ണുകൊണ്ട് കാണാനായിട്ട് സാധിക്കും. അതിനൊരു പ്രത്യേക ഒരു ചെറിയ പരിശീലനത്തിൽ കൂടെയാണ് നമുക്കത് സാധിക്കാം. അതുപോലെ വായുവിലുള്ള ഊർജ്ജത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഭൂമിയിലെ എനർജിയെ നാം കണ്ടത് നമുക്ക് ഓർമ്മയിൽ വരും. സൂര്യപ്രകാശത്തിലുള്ള ഊർജ്ജത്തെ നമുക്ക് കണ്ടുകൊണ്ട് നോക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് അത് കാണിക്കാറില്ല ക്ലാസ്സിൽ. കണ്ണിന് റേഡിയേഷൻ പ്രശ്നം വരുന്നത് കൊണ്ട് തന്നെ. അതുപോലെ ഊർജത്തെ എങ്ങനെ നമുക്ക് കോരിയെടുത്ത് ശരീരത്തിൽ ഓരോ ചക്രകളിലും ഓരോ അവയവഭാഗങ്ങളിലും കെട്ടിക്കിടക്കുന്ന മലിന ഊർജ്ജങ്ങളെ എടുത്തു കളയാമെന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിക്കും. അതുപോലെ എവിടെയാണ് രോഗം ബാധിച്ചിരിക്കുന്നത്, എവിടെയാണ് കണ്ടാമിനേറ്റഡ് ആയിട്ട് രോഗം, ഏത് ചക്രയിലാണ് സ്വാധീനിക്കപ്പെട്ടുള്ളത്, അതല്ലോ ഏതെങ്കിലും ഓർഗനുകളിലാണോ സ്വാധീനിക്കപ്പെട്ടുള്ളത്, അതിനൊക്കെ നമുക്ക് ഫീൽ ചെയ്ത് കയ്യിൽ അതിനൊരു ഫാക്കൽറ്റി നമ്മൾ പരിശീലനം കൊണ്ട് നമുക്കത് 2 ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്കത് ഫീൽ ചെയ്ത് തുടങ്ങും. നിങ്ങൾക്ക് അതിനെ ചീത്ത ഊർജ്ജത്തെ നമുക്കെടുത്ത് കളയാനായിട്ടുള്ള ഒരു കഴിവ് നമുക്ക് ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ആ പാത്ത് ഓപ്പണായി കിട്ടും. പിന്നെ നമുക്ക് അവിടെ നല്ല ഊർജ്ജത്തെ സ്വീകരിക്കുക, അത് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കൊടുക്കുന്നതും അവിടെ ആവശ്യത്തിനാവുന്നതും തിരിച്ചറിയുന്നതും ഒക്കെ നമുക്ക് ഈ ക്ലാസ്സിൽ നിന്ന് 1ാമത്തെ ലെവലിൽ നിന്ന് തന്നെ നമുക്കിതൊക്കെ പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നോർമലി നമുക്ക് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ചികിത്സിക്കാനും നമ്മെ തന്നെ സ്വയം ചികിത്സിക്കാനും ഒക്കെ ഇതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങൾ, ഹീലിംഗ് സമ്പ്രദായങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിലവിലുണ്ടായിരുന്നതാണെങ്കിലും പല പല ഗോത്രങ്ങളിൽ കൂടെ കൈമാറി വന്നതാണെങ്കിലും അതിനെ ക്രോഡീകരിച്ച് അതിൻ്റെ ശരിയായിട്ടുള്ള എസെൻസ് മഹാത്മാ ചോക്സി വളരെ ലളിതമാക്കി ശാസ്ത്രീയമായി അതിനെ ഫീൽ ചെയ്യിച്ചുകൊണ്ട് അതിനെ സിലബസ് തയ്യാറാക്കിയത് ആണ് നമ്മളിവിടെ പഠിക്കുക. രോഗങ്ങളെ നിർണ്ണയിക്കാൻ നമുക്ക് സാധിക്കുന്നു. സ്കാനിങ് ചെയ്തുകൊണ്ട് നമുക്ക് രോഗങ്ങളെ നിർണ്ണയിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. മാത്രമല്ല അവിടെയുള്ള അഴുക്കുകളെ, അസുഖമായിട്ടിരിക്കുന്ന ഡിസീസ്ഡ് എനർജീസ് ആൻഡ് നെഗറ്റീവ് എനർജീസിനൊക്കെ നമുക്ക് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അവിടെ നല്ല ശുദ്ധമായ ഊർജ്ജത്തെ കൊടുക്കാനും അവിടെ അതിനെ സ്റ്റെബിലൈസ് ചെയ്യാനും നമുക്ക് സാധിക്കും. പിന്നെ ലെവൽ 1-ൽ നമുക്ക് പഠിക്കാവുന്ന വേറെ കാര്യമാണ് സെൽഫ് ഹീലിംഗ് പഠിക്കുന്നുണ്ട്, ജനറലായിട്ടുള്ള ഹീലിംഗ് പഠിക്കുന്നുണ്ട്, പൊതു ശുചീകരണം പഠിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന് ചുറ്റുമുള്ള ഓറയിൽ നിറഞ്ഞു കിടക്കുന്ന എല്ലാ തിന്മകളെയും നമുക്ക് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യാനായിട്ട് അറിയാൻ പറ്റും. ശരീരഭാഗങ്ങളിലോ ഈ വൈറ്റൽ എനർജി സെൻറ്റേഴ്സിലോ കെട്ടിയെടുക്കുന്ന മാലിന്യങ്ങൾ എടുത്തു കളഞ്ഞാൽ അവിടെ ശുദ്ധമായ ഊർജ്ജം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് അത് കച്ചേരി മുദ്ര പരിശീലിച്ചുകൊണ്ട് സ്കാനിങ് ചെയ്യാനായിട്ട് സാധിക്കും, രോഗനിർണയം നടത്താനായിട്ട് സാധിക്കും. മാത്രമല്ല നമുക്ക് അകലെയുള്ള ഒരാളെ നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാം, ഭൂമിയുടെ എർത്ത് ബോഡിയിൽ കൂടെ, എനർജി ബോഡിയിൽ കൂടെ നമുക്ക് അകലെയുള്ള ഒരാളെ എങ്ങനെ ചികിത്സിക്കാമെന്ന് ഡിസ്റ്റൻസ് ഹീലിംഗ്, ആബ്സെൻറ്റ് ഹീലിംഗ് എന്നൊക്കെ പറയും. അതിനൊക്കെ നമുക്ക് അതിൻ്റെ ശാസ്ത്രം, ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റർ കണക്റ്റഡ്നെസ്, ദ പ്രിൻസിപ്പിൾ ഓഫ് ഡയറക്റ്റബിലിറ്റി, നമുക്ക് ഒരാളെ ആവാഹിച്ച് നമുക്ക് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് അതിനെ സ്കാൻ ചെയ്ത് കണ്ടെത്തിയ അദ്ദേഹത്തിനെ നമുക്ക് സുഖപ്പെടുത്താനായിട്ട് സാധിക്കും. ഇതെങ്ങനെയാണ് സാധിക്കുക എന്ന് സംശയം തോന്നാം. നമുക്ക് ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മളിവിടെ കൃത്യമായ നമ്പറിലേക്ക് ഫോൺ റിങ് ചെയ്യുകയാണെങ്കിൽ അത് ദുബായിലോ അമേരിക്കയിലോ എവിടേക്കായാലും അത് കറക്റ്റ് ആ ഇലക്ട്രോണിക് തരങ്ങളിൽ ചെന്നെത്തുന്നത് പോലെ ഈ ബയോപ്ലാസ്മിക് ഫോം ഓഫ് എനർജി, ഡിഫറെൻറ്റ് ലെയറുകളായിട്ടാണ് എനർജികൾ നമുക്കറിയാം. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഓരോ സ്ഫിയറുകളെ കുറിച്ച്. അതിൽ അയോണോസ്ഫിയറിൽ കൂടെയാണ് ഈ ഇലക്ട്രോണിക് തരംഗങ്ങളെ പോകുക.
നമ്മുടെ ഈ എർത്ത് എനർജി കൂടെ ബയോപ്ലാസ്മ ജീവനുള്ള വസ്തുക്കൾ നിലനിൽക്കുന്ന പ്രതലത്തിൽ കൂടിയാണ് ഈ എനർജി നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് അതിനെ നമുക്ക് ക്ലൻസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മുന്നിലേക്ക് ആവാഹിക്കുക എന്ന് പറയുമ്പോൾ ഡൗട്ട് തോന്നും അല്ലേ. നമ്മൾ അമ്പലങ്ങളിലൊക്കെ, അമ്പലം, പള്ളി, മോസ്കിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അവിടുത്തെ ഈശ്വരൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടാക്കുകയാണ് അവിടുത്തെ പുരോഹിതന്മാർ. അവിടെ ക്ലീനിങ് ചെയ്ത് അവിടെ പ്രാർത്ഥന കൊണ്ട് അവിടെ എനർജിയെ, മന്ത്രങ്ങൾ കൊണ്ട് അവിടെ എനർജിയെ, ഏത് ഡയറ്റിയാണോ അവിടെ ഉള്ളത് അവിടേക്ക് നമ്മൾ അവർ ഈ പ്രീസ്റ്റുകൾ അവിടേക്ക് എനർജി കൊടുത്ത് അതിനെ വൈബ്രേറ്ററി ഫീൽഡ്, അതിൻ്റെ വൈബ്രേറ്ററി ഫീൽഡ് വലുതാക്കി അതിൻ്റെ കഴിവിനനുസരിച്ച് അത് എത്രമാത്രം ആ പ്രോഡക്റ്റ് അത് എന്തുകൊണ്ടാണോ ഉണ്ടാക്കിയിട്ടുള്ളത് ആ ശില, അതിനനുസരിച്ച് അതിൻ്റെ ശക്തി നിറഞ്ഞ് സ്വീകരിക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കുക. അത് നിറഞ്ഞത് പുറത്തേക്ക് അതിൻ്റെ എനർജി വൈബ്രേറ്റ് ചെയ്യാൻ അതിൻ്റെ പ്രത്യേക ശക്തി കൊണ്ട് ഏത് ദൈവത്തിനെയാണോ, ഇപ്പോൾ ഹിന്ദു ദൈവങ്ങൾ, ക്രിസ്ത്യൻ ആയിട്ടുള്ള പല ആളുകൾ, അപ്പോൾ അവരുടെയൊക്കെ ഇസ്ലാമിൻ്റെ അള്ളാഹു അവരെയൊക്കെ ആവാഹനം ചെയ്യാണ് പ്രാർത്ഥനയിൽ കൂടെ അവിടെ കൊണ്ടുവന്ന്. അതുപോലെ തന്നെ നമുക്കൊരു ഈ ജീവനുള്ള ഒരാളെ അല്ലെങ്കിൽ ഒരു ബീയിങ്ങിനെ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് അവർ ചെയ്യുന്നത് പോലെ തന്നെ സങ്കല്പത്തിൽ നമ്മുടെ മുന്നിലേക്ക് ഡയറക്റ്റബിലിറ്റി, നമുക്ക് ചിന്ത അതിനെ ഇവിടേക്ക് ആവാഹിക്കപ്പെടും. അതായത് ഒരാൾക്ക് അമ്പലത്തിൽ പുഷ്പാഞ്ജലി നടത്തുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ അമ്മ വന്ന് അവിടെ പുഷ്പാഞ്ജലി നടത്തുമ്പോൾ അദ്ദേഹത്തിന് അവിടെ സ്വാതന്ത്ര്യം കിട്ടുന്നു. അതെങ്ങനെ സാധിക്കുക? ഈ തിരുമേനിക്ക് അവിടെ അമ്പലത്തിലേക്ക് ആവാഹിച്ച് അദ്ദേഹത്തിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. എന്നിട്ട് ദേവൻ്റെ മുന്നിൽ അദ്ദേഹത്തിനെ കുറിച്ച് ചിന്തിച്ച് അദ്ദേഹത്തിൻ്റെ പേര് ഉച്ചരിച്ച് അദ്ദേഹത്തിൻ്റെ നാൾ ഉച്ചരിച്ചുകൊണ്ട് ദേവൻ്റെ മുമ്പിൽ നിന്ന് നിർത്തി അതിലേക്ക് പുഷ്പങ്ങൾ, തീർത്ഥങ്ങളൊക്കെ തെളിച്ച്, ഇതെല്ലാ മതപാരമ്പര്യങ്ങളും വ്യത്യസ്തമായ രീതികളിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ പ്രശ്നത്തെ, അതുപോലെ തന്നെ ആ ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ ചെയ്യുന്നത് അത് തന്നെയാണ് പ്രവൃത്തി. ആ ഊർജ്ജ ശരീരത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അതിനെ സ്കാൻ ചെയ്ത് അതിൻ്റെ രോഗനിർണയം നടത്തി അതിന് ചികിത്സ കൊടുക്കുകയാണ്. അതുപോലെ കർമ്മനിയമത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. കർമ്മനിയമം എങ്ങനെയാണ് നമ്മൾ സ്വാധീനം ചെലുത്തുന്നത്, നമ്മുടെ ജീവിതത്തെ ഏറ്റവും മികച്ചതാക്കാൻ ഈ കർമ്മനിയമത്തെ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ എന്താണ് നമുക്കതിൻ്റെ ഫയർ ബാക്കിംഗ് ഉണ്ടാവുക, ദ ലോ ഓഫ് കോൺസിക്വൻസസ്. അപ്പോൾ അതൊക്കെ നമുക്ക് പഠിച്ച് ഒരു യോഗീ തലത്തിൽ ഒരു ഹീലറാണെങ്കിൽ വളരെ അധികം ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു അപ്രോച്ച് ഉണ്ടായിരിക്കണം. ആ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചിൽ നിലനിന്നുകൊണ്ട് നമുക്ക് ഈ കർമ്മനിയമങ്ങളെ വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കി വളരെ മികച്ച ഒരു വെൽ ബീയിങ് ആയിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കും. അതുപോലെ ഡിവൈൻ ഹീലിംഗ് നമുക്ക് പഠിക്കാം. ഈശ്വരീയമായ ഊർജ്ജം, റീക്കി പോലെ മറ്റു പല ഹീലിംഗ് സമ്പ്രദായങ്ങളും ഒരു ഡിവൈൻ ഹീലിംഗാണ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഓരോന്നിനും വ്യത്യസ്തമായ തലത്തിൽ അതിൻ്റെ ശാസ്ത്രീയമായ തലങ്ങളിൽ കൂടെ അതിനെ ക്ലീനിങ് പ്രോസസ്സൊക്കെ ചെയ്തതിന് ശേഷമാണ് ചീത്തകളെ കളഞ്ഞിട്ടാണ് കൊടുക്കുക. പക്ഷേ ഡിവൈൻ ഹീലിങ്ങിൻ്റെ ഒരു പ്രത്യേകത ക്ലീൻ ചെയ്യാൻ, ഇവിടെ ലെവൽ 1 അത് ക്ലീൻ ചെയ്ത് തന്നെയാണ് ഡിവൈൻ ഹീലിംഗ് എനർജി കൊടുക്കുള്ളൂ. അപ്പോൾ ഡിവൈൻ ഹീലിംഗ് ക്രൗൺ സെൻറ്റർ നമ്മുടെ ഉന്നതമായിട്ടുള്ള സ്ഥലമാണ്. ഡിവൈൻ എനർജി കടന്നു വരുന്ന സ്ഥലമാണ് ഈ ചക്ര. അത് നമ്മൾ ക്ലാസ്സിൽ നിന്ന് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഓരോ ചക്രകളും ഏതൊക്കെ 11 പ്രധാനപ്പെട്ട ചക്രങ്ങൾ ഏതൊക്കെ അവയവങ്ങളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു, അതിൻ്റെ ഫിസിക്കൽ ഫങ്ഷൻ, അതുപോലെ തന്നെ ലെവൽ 3 എത്തുമ്പോൾ അതിൻ്റെ സൈക്കോളജിക്കൽ ഫങ്ഷനൊക്കെ പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ക്രൗണിൽ നിന്നും സ്വാംശീകരിച്ചെടുക്കുന്ന ഡിവൈൻ എനർജി നമുക്ക് കൈകളിൽ കൂടെ ക്ലീനിങ് ഒക്കെ ചെയ്ത രോഗം ബാധിച്ച ഭാഗത്ത് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെ ഈ പ്രോപ്പർ യൂസ് ഓഫ് പവർ, സെൽഫ് ഹീലിംഗ്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ ചക്രകളുടെ ഓരോ പ്രവർത്തനം. ഇപ്പോൾ ക്രൗൺ ചക്രയുടെ പ്രവർത്തനം ഡിവൈൻ എൻട്രി പോയിന്റ് മാത്രമല്ല, അവിടെ അത് ബ്രെയിൻ സിസ്റ്റത്തെയും പിറ്റ്യൂട്ടറി പീനിയൽ ഹൈപ്പോതലാമസ് ഗ്രന്ഥികളെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അതുപോലെ ആജ്ഞ ഫോർഹെഡ് ചക്ര, ഇത് എൻ്റയർ നെർവുകളെ സപ്പോർട്ട് ചെയ്യണം. അത് വിശദമായിട്ട് ക്ലാസ്സിൽ പഠിക്കും. ആജ്ഞ ചക്ര നമ്മുടെ കണ്ണ്, മൂക്ക്, ചെവി പോലെയുള്ള ഭാഗങ്ങൾ, ത്രോട്ടിൻ്റെ ഭാഗത്ത് ഫുഡ് ട്യൂബ്, സൗണ്ട് ബോക്സ്, എയർ ട്യൂബ്, തൈറോയ്ഡ്, പാരാതൈറോയിഡിനെ കൺട്രോൾ ചെയ്യുന്നു. ഹാർട്ട് സെൻറ്റർ, ഹാർട്ട് ചക്ര, അത് നമ്മുടെ ഫിസിക്കൽ ഹാർട്ടിനെയും ലങ്സിനെയും അങ്ങനെ ഒട്ടനവധി ചക്രകൾ നമ്മുടെ ശരീരത്തിന് ചുറ്റുമായിട്ടുണ്ട്. അവയെ എങ്ങനെ കണ്ടെത്താം, അവയുടെ ഡിപ്ലീഷൻ, അവയുടെ കൺജഷൻ എങ്ങനെ കണ്ടെത്താം, എന്നിട്ട് അതിനെ എത്രമാത്രം ക്ലീൻ ചെയ്യണം, ഇതൊക്കെ നമുക്ക് ലെവൽ 1 ക്ലാസ്സിൽ നിന്ന് പഠിച്ച് നിങ്ങൾക്ക് സ്വയമായി
പല പല തരത്തിലും മരുന്നുകളില്ലാതെ തന്നെ പ്രകൃതിയിലെ അതിസൂക്ഷ്മമായ സിദ്ധാന്തം ഉപയോഗിച്ച് അതിൽ നിന്ന് ലഭ്യമാകുന്ന എനർജി മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്വയം ചികിത്സിക്കാനും നമ്മുടെ വീട്ടിലുള്ള ആളുകളെയൊക്കെ ചികിത്സിക്കാനൊക്കെ സാധിക്കുന്നതാണ്. അത് പിന്നെ ഒരു ധ്യാന സമ്പ്രദായം പഠിക്കാനുണ്ട്, ദ പ്ലാനറ്ററി പീസ് മെഡിറ്റേഷൻ. ലോകവ്യാപകമായിട്ട് ഇന്ന് അതിനൊരു ഫൗണ്ടേഷൻ ഉണ്ട്, അത് വർക്ക് ചെയ്യുന്നുണ്ട്. ലോകത്തിന് നന്മയ്ക്ക് വേണ്ടി പ്രയർ ചെയ്ത് എനർജി കൊടുത്ത് ഹീലിംഗ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആ ധ്യാനം. അതിൽ കൂടെ തന്നെ നമ്മുടെ പരിണാമങ്ങൾ ഓരോ സ്റ്റെപ്പായിട്ട് വന്നു തുടങ്ങും. നമ്മുടെ യോഗിക് പവറുകൾ, നമ്മുടെ ഹീലിംഗ് പവറുകളൊക്കെ അത് ധ്യാനം ചെയ്യുന്നതിൻ്റെ ആവശ്യം തന്നെ നമ്മിലുള്ള കുറേ നെഗറ്റീവ്സൊക്കെ പോയി നല്ല ഊർജാവസ്ഥ, ഈശ്വര്യമായ പ്രകാശം നമ്മിൽ നിറഞ്ഞ് നാം നല്ലൊരു ഹീലറായിട്ട് മാറുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു തത്വം. ലെവൽ 1 കോഴ്സ് ഒട്ടനവധി കാര്യങ്ങൾ വേറെ പഠിക്കാനുണ്ട്. എല്ലാം നമുക്ക് ഈ ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ഇത് യോഗ പ്രാണവിദ്യ പഠിക്കാനുള്ള അവസരം എവിടെയാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും നിങ്ങൾ പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. ഞാൻ വർഷങ്ങൾ കുറേയായി ഇത് പഠിപ്പിക്കാൻ തുടങ്ങിയ പഠിപ്പിച്ച ആളുകൾ, കൃത്യമായി പരിശീലിക്കുന്ന ആളുകളുടെ ജീവിത സാഹചര്യങ്ങളും അവരുടെ സന്തോഷവും സമാധാനവും സമൃദ്ധിയുമൊക്കെ ഡെവലപ്പ് ചെയ്തത് എനിക്ക് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാവർക്കും ഇത് നിങ്ങളുടെ അടുത്തുള്ള ഒരു നല്ല ട്രെയിനർ, ഓതറൈസ്ഡ് ട്രെയിനറായിരിക്കുക, കൃത്യമായ ഒരു ഫൗണ്ടേഷൻ്റെ കീഴിൽ ഇത് കുറേ ആളുകൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അല്ല വേണ്ടത്. ആരാണ് ശരി, മറ്റവരാണ് ശരി എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. ഇതൊരു മാസ്റ്ററുടെ ടീച്ചിങ്സ് കൃത്യമായി കൊണ്ടുപോകുന്ന ഒരു ഫൗണ്ടേഷൻ്റെ കീഴിൽ വിത്ത് സർട്ടിഫിക്കറ്റ് ബുക്സ്, അതിൻ്റെ ഓഡിയോസ്, ഇതൊക്കെ റെക്കോർഡഡ് മെഡിറ്റേഷനൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്ന രീതിയിലും അത് ഇൻ്റർനാഷണലി വാല്യൂഡ് ആയ സർട്ടിഫിക്കറ്റായിട്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാൻ, ആ സർട്ടിഫിക്കറ്റ് നമുക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള കോഴ്സുകളാണ് അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും എവിടെയായാലും നിങ്ങളിത് പഠിച്ചിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ഞാൻ ലെവൽ 2 കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം. നമസ്തേ, താങ്ക് യു.